നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൃശൂരിന്റെ മുഖമുദ്രയായ ദക്ഷിണ കൈലാസം എന്നറിയപ്പെടുന്ന ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തിരുമുമ്പിലാണ്. 200 ക്ഷേത്രങ്ങൾ പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ആ ഒരു സന്തോഷം നിങ്ങൾ എല്ലാവരുമായിട്ട് പങ്കിടുവാനും നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം കൊണ്ട് നന്ദി പറയുവാനുമായിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഈ പുണ്യഭൂമി. കാരണം തൃശൂരിന്റെ എല്ലാമായ ശ്രീ വടക്കുംനാഥന്റെ ആ സന്നിധി തന്നിട്ടുള്ള ആ ഒരു പ്രോത്സാഹനം പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ്. ശ്രീ ഗുരുവായൂരപ്പനും ശ്രീ വടക്കുംനാഥനും കൊടുങ്ങല്ലൂരമ്മയും വിരാജിക്കുന്ന ഈ പുണ്യഭൂമിയിൽ നിന്നാണ് ഈ ക്ഷേത്രയാത്രകൾ ആരംഭിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ നിന്നുകൊണ്ടാണ് നന്ദി പറയേണ്ടത്. ഈശ്വരൻ എന്ന സത്യത്തിനെ അറിഞ്ഞുകൊണ്ടാണ് ഓരോ ക്ഷേത്രവും പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏറ്റവും ലളിതമായിട്ടാണ് ഈ ഓരോ ക്ഷേത്രവും പൂർത്തീകരിച്ചിട്ടുള്ളത്. കാരണം ഈ ഓരോ ക്ഷേത്രവും തന്നിട്ടുള്ള ആ ഈശ്വരാനുഭൂതി അത്രയും വലുതാണ്. ഇത് കണ്ട് പ്രോത്സാഹിപ്പിച്ച നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നിങ്ങൾ തരുന്ന ആ വാക്കുകൾ, ആ പ്രോത്സാഹനങ്ങളെല്ലാം ഈ ക്ഷേത്രയാത്രയെ എപ്പോഴും മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. പിന്നെ ഒത്തിരി സജ്ജനങ്ങൾ ഈ ക്ഷേത്രയാത്രയ്ക്ക് എപ്പോഴും നല്ല വാക്കുകളായി കൂടെ നിന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. 200 ക്ഷേത്രങ്ങൾ എന്നുള്ളത് ഒരു വലിയ യാത്ര തന്നെയായിരുന്നു. ഈ ക്ഷേത്രയാത്രകൾ തുടങ്ങുന്നത് നമ്മുടെ ആ കൊറോണ കാലത്താണ്. അതായത് 2020 നവംബർ ഒരു അവസാനത്തെ ഞായറാഴ്ചയാണ് ഈ ക്ഷേത്രയാത്രകൾ ഇങ്ങനെ തുടങ്ങാൻ സാധിച്ചത്. അത് തൃക്കൂർ മഹാദേവനിൽ നിന്നാണ് തുടങ്ങുന്നത്. 108 ശിവാലയങ്ങളിൽ ഒന്നായ അഗ്നിസ്വരൂപനായ മഹാദേവൻ കുടികൊള്ളുന്ന ഒരു പുണ്യപുരാതന ഗുഹാക്ഷേത്രമാണിത്. അവിടെ നിന്നും ഇങ്ങനെ സഞ്ചരിച്ച് ഓരോ ക്ഷേത്രത്തിലേക്കും പോയി എല്ലാ ഞായറാഴ്ചകളിലുമാണ് ഞങ്ങൾ ഈ ക്ഷേത്രയാത്രകൾ നടത്താറുള്ളത്. അധികവും ഞായറാഴ്ചകളിലെ പ്രഭാതങ്ങളാണ് ഇതിന് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ ഓരോ ക്ഷേത്രത്തിലേക്കും പോയി 50ാമത്തെ ക്ഷേത്രമായി ചെയ്യുന്നത് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രമാണ്. 100ാമത്തെ ക്ഷേത്രമായിട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. 150ാമത്തെ ക്ഷേത്രമായിട്ട് ചെയ്യുന്നത് തിരുപ്പതിയാണ്. ഇപ്പോൾ ഇതേ 200ാമത്തെ ക്ഷേത്രമായിട്ട് തിരുവട്ടാർ ആദികേശവ പെരുമാളാണ് ചെയ്തത്. ഇതിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ ഈ 4 ക്ഷേത്രങ്ങളും 108 വൈഷ്ണവ തിരുപ്പതികളിൽപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അത് തികച്ചും യാദർച്ഛികമായി സംഭവിച്ച കാര്യങ്ങളാണ്. എല്ലാം അതിപുരാതനമായ ക്ഷേത്രങ്ങളാണ് ചെയ്തത്. അതിനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് ഇങ്ങനെ ഓരോ ക്ഷേത്രത്തിലേക്കും എത്തിച്ചേരുന്നത് മുഴുവൻ ഒരു അദൃശ്യ ശക്തി നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന പോലെയാണ്. അവിടെ ചെന്ന് ആ ഭഗവാനോട് അനുവാദം ചോദിച്ച് ആ ഭഗവാന്റെ മുമ്പിൽ ഈ ക്ഷേത്ര വ്ലോഗുകളും പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ സമർപ്പിച്ചും കൊണ്ടാണ് തിരിച്ചു പോവാറുള്ളത്. അങ്ങനെയാണ് ഓരോ ക്ഷേത്രവും പൂർത്തീകരിച്ചിട്ടുള്ളത്. കാരണം ഈ വിവരങ്ങൾ മുഴുവൻ തരുന്നത് ആ ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് എന്നാണ് ഇതുവരെയും കണക്കാക്കിയിട്ടുള്ളത്. അത് മുഴുവൻ ഭഗവാന്റെ ആ തൃപ്പാദങ്ങളിൽ തന്നെയാണ് സമർപ്പിക്കുന്നത്. പിന്നെ ഒരുപാട് സജ്ജനങ്ങളെ കാണുവാൻ സാധിച്ചു, ഒരുപാട് പുണ്യഭൂമികളെ കാണുവാൻ സാധിച്ചു, ഒരുപാട് വിവരങ്ങൾ ഇതിലേക്ക് വന്നു ചേർന്നു. അതെല്ലാം ഈശ്വരാനുഗ്രഹത്തിന്റെ ഒരു വലിപ്പം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ ക്ഷേത്രയാത്രകളിൽ നിന്നും 5 ക്ഷേത്ര സംബന്ധിയായ പുസ്തകങ്ങൾ എഴുതുവാൻ സാധിച്ചു. അത് ആ ഈശ്വരന്റെ ഒരു വലിയ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചതാണ്. എഴുതുക എന്ന് പറയുന്നത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അത് ക്ഷേത്രത്തിനെ കുറിച്ചായപ്പോൾ അത് ഒരു വലിയ സന്തോഷമാണ് തന്നത്. ആ 5 പുസ്തകങ്ങളും എനിക്ക് പ്രകാശനം നടത്തി തന്നത് ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ അധ്യക്ഷനായ പൂജ്യ സ്വാമിജി സദ്ഭവാനന്ദജിയാണ്. സ്വാമിജിയുടെ ഒരു അനുഗ്രഹം ഈ ക്ഷേത്രയാത്രകൾക്ക് ആദ്യം മുതൽക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ മഠത്തിനെ കുറിച്ച് ഒരു ബ്ലോഗ് ചെയ്യുവാനും സാധിച്ചു. പിന്നെ ഒരുപാട് മഹാത്മാക്കൾ, ഒരുപാട് സജ്ജനങ്ങൾ ഈ ക്ഷേത്രയാത്രയ്ക്ക് അനുഗ്രഹമായിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ട്. വടക്കുംപാട്ട് നാരായണ മാഷ്, പിന്നെ പൈതൃകം എന്ന സംഘടന, അവരെ കുറിച്ച് പ്രത്യേകിച്ച് പറയണം. ഗുരുവായൂരിലുള്ള ഭക്തജന കൂട്ടായ്മയാണ്. അതിലുള്ള അഡ്വക്കേറ്റ് രവി ചക്കത്ത് സാറ്, മധുവേട്ടൻ, അങ്ങനെ അവരെല്ലാവരും എപ്പോഴും ഇങ്ങനെ ഊർജം പകർന്നുകൊണ്ട് കൂടെ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും പൈതൃകത്തിൽ നിന്നും ഒരുപാട് പ്രോത്സാഹനങ്ങളും ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് പോയ
നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവായൂർ ജനുവേട്ടൻ, അദ്ദേഹമൊക്കെ എപ്പോഴും നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കല്ലൂർ ഉണ്ണിയേട്ടൻ, പിന്നെ നമ്മുടെ കൊരട്ടി വേണിച്ചേട്ടൻ, രാംദാസ് വെള്ളത്തോൾജി, പിന്നെ നമ്മുടെ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയ രാജേഷ് ജി, അദ്ദേഹം പാറമേക്കാവിൽ നിന്നും ഒരു വലിയ പ്രോത്സാഹനം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ദേവൻ രാമചന്ദ്രൻ സാറ്, നമ്മുടെ ബഹുമാന്യനായ ജസ്റ്റിസ്, അദ്ദേഹത്തിൽ നിന്നും ഒരു പ്രോത്സാഹനം ലഭിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഒരുപാട് പേരുടെ പ്രോത്സാഹനവും നല്ല വാക്കുകളും ഇതിന് പിറകിലുണ്ട്. സേതുവേട്ടൻ, അദ്ദേഹമാണ് എന്റെ പുസ്തകങ്ങളുടെയൊക്കെ പ്രൂഫ് വായിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയായിട്ട് ഇപ്പോൾ പറയാൻ നിർവാഹമില്ലെങ്കിലും എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. ഈ ക്ഷേത്രത്തിൽ നിന്നും കണ്ടുമുട്ടിയിട്ടുള്ള ഒരുപാട് പുണ്യാത്മാക്കളുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ ഒരു വലിയ സൗഹൃദം തന്നെ ഈ ഒരു യാത്രയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം പറയുവാൻ. ഇതിനിടയിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ തിരുവനന്തപുരത്തുള്ള കവടിയാർ പാലസിൽ പോകുകയും അവിടെ വെച്ച് തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ഏറെ ആരാധ്യയായ ഹെർ ഐനസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയെ നേരിട്ട് കാണുകയും തമ്പുരാട്ടിക്ക് എന്റെ 2 പുസ്തകങ്ങൾ സമർപ്പിക്കുവാനും ഒക്കെ സാധിച്ചു. അതെല്ലാം ഈ ക്ഷേത്രയാത്രകൾ തന്ന ആ പുണ്യം ഒന്നുകൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഗുരുവായൂർ ദേവമാസികയായ ഭക്തപ്രിയയിലും ഈ ഒരു കാലയളവിൽ ക്ഷേത്രലേഖനങ്ങൾ എഴുതുവാൻ സാധിച്ചു. അതിന് നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട ഷാജു പുത്തൂർ മാഷിനോടും ഇനി വടക്കാഞ്ചേരി മുരളിയേട്ടനോടും ഭക്തപ്രിയ പ്രസാധക സമിതിയോടുമാണ്. എന്റെ ഈ പുസ്തകങ്ങൾ 5 പുസ്തകങ്ങളും പൂർത്തീകരിക്കുവാൻ എപ്പോഴും കൂടെ നിന്നിട്ടുള്ള പ്രിയ സുഹൃത്തുക്കളായ ശ്രീ വിനീഷ്, ശ്രീ സുനിൽ എന്നിവരെയും ഇപ്പോൾ ഏറെ സ്നേഹത്തോടെ ഓർക്കുന്നു. ഇനി ഈ ക്ഷേത്രയാത്രകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ 150ാമത്തെ ക്ഷേത്രം എത്തുന്നതിന് മുമ്പെയാണ് എന്റെ അച്ഛൻ ഈ ലോകത്തോട് വിട പറഞ്ഞ് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകുന്നത്. ഈ ക്ഷേത്രയാത്രകളെ ഏറെ അഭിമാനപൂർവ്വമാണ് അച്ഛൻ നോക്കിക്കണ്ടിരുന്നത്. ഇപ്പോൾ ഈ 200 ക്ഷേത്രങ്ങൾ പൂർത്തീകരിച്ചു എന്നറിഞ്ഞ ഈ വേളയിൽ ഭഗവാന്റെ അടുത്തിരുന്ന് അച്ഛൻ ഒത്തിരി സന്തോഷിക്കുന്നുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. എന്റെ പ്രിയ ഗുരുനാഥനെയും ഇപ്പോൾ ഓർക്കുന്നു. അവരുടെ എല്ലാം അനുഗ്രഹമാണ് ഈ ക്ഷേത്രയാത്രകൾ മുഴുവനും. 2000 ദിവസം കൊണ്ട് 14 ജില്ലകളിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഈ 200 ക്ഷേത്രങ്ങൾ പൂർത്തീകരിച്ചത്. ഈ ഓരോ ക്ഷേത്രയാത്രയും എന്റേത് മാത്രമല്ല, ഇത് എന്റെ ഭർത്താവിൻ്റെതും കൂടെയാണ്. ഞങ്ങൾ 2 ആളും കൂടെയാണ് ഈ ഓരോ ക്ഷേത്രങ്ങളിലേക്കും പോയിട്ടുള്ളത്. അദ്ദേഹം തന്ന ആ പ്രോത്സാഹനമാണ് ഈ ക്ഷേത്രയാത്രകൾ ഇങ്ങനെ പുരോഗമിക്കുവാനുള്ള പ്രധാന കാരണം. ഞങ്ങൾ കാണുന്ന, അനുഭവിക്കുന്ന ഓരോ പുണ്യക്ഷേത്രവും അത് താല്പര്യമുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്ഷേത്രയാത്രകൾ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഏറ്റവും ലളിതമായി, ലൗകികമായ യാതൊരു ആഗ്രഹവും ഇല്ലാതെയാണ് ഓരോ ക്ഷേത്രയാത്രയും പൂർത്തീകരിച്ചിട്ടുള്ളത്. ഓരോ ക്ഷേത്രവും ദിവ്യാനുഭവങ്ങളായി ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനിയും ഇത്തരം പുണ്യഭൂമികളെ തേടി യാത്ര ചെയ്യണം എന്നു തന്നെയാണ് ആഗ്രഹം. എന്നാൽ അത് ഭഗവാന്റെ ഇച്ഛ പോലെയേ മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുക, ഭഗവാൻ തീരുമാനിക്കുക, അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് നമ്മളിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാൻ നമ്മളെ എത്തിക്കട്ടെ. നിങ്ങൾ ഏവരുടെയും ഉത്സാഹനങ്ങളും സ്നേഹവും അനുഗ്രഹവും ഒക്കെ കൂടെ വേണം. എന്നാൽ മാത്രമേ ഈ യാത്രകൾ മുന്നോട്ട് പോകുകയുള്ളൂ. എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയം കൊണ്ട് ശിരസ് നമിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മളെ എല്ലാവരെയും ആ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ശരണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.